വാല്യൂ ഏരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെഫറൻസ് ലൈൻസും അല്ലെങ്കിൽ ഓപ്പൺ നോക്കിയിട്ട് അന്നത്തെ ദിവസം ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം നമുക്ക് നോക്കാം. കുറച്ച് സിനാരിയോസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വാല്യൂ ഏരിയ ഹൈ, ഇവിടെ വാല്യൂ ഏരിയ ലോ. ഓക്കെ, ഇത് നമ്മുടെ പി ഒ സി. ഓക്കെ, സോ പി ഒ സിയുടെ താഴെയോ അല്ലെങ്കിൽ പി ഒ സിയുടെ മുകളിലോ ഇൻ ബിറ്റ്വീൻ നമ്മുടെ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാർക്കറ്റ് പി ഒ സിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. രണ്ട് സൈഡിലായാലും പി ഒ സി ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതിനുശേഷം രണ്ട് സിനാരിയോസ് നടക്കാം. ഒന്ന്, മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതർവൈസ് ഓർഡർ ഫ്ലോയിൽ നമുക്കൊരു കൺഫർമേഷൻ ഏതൊരു സൈഡിൽ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് ബയർ സൈഡിലേക്കോ ഏതൊരു വാല്യൂവിൻ്റെ ലോ സൈഡിലേക്കോ മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഒരു സിനാരിയോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വാല്യൂയുടെ മുകളിലോ അല്ലെങ്കിൽ വാല്യൂയുടെ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ ഫ്ലോയിൽ നമ്മുടെ കണ്ടിന്യൂഷൻ പാറ്റേൺസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഓൺ സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓൺ സൈഡ് ട്രെൻഡ് നടത്താനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. സിമിലർലി മുകളിൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ വാല്യൂയുടെ താഴെ ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ ഏരിയ ലോയിൽ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ഏരിയ ഹൈയിലോ ടെസ്റ്റ് ചെയ്യുന്നത് ഓർഡർ ഫ്ലോയിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ട്രെൻഡ് മൂവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഓർഡർ ഫ്ലോയിൽ എപ്പോഴും ഒരു കൺഫർമേഷൻ എടുക്കാനായിട്ട് ശ്രമിക്കും.